നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തക്കുലയുടെ വില വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. വീണ്ടും കർഷകർക്ക് കണ്ണീർ മാത്രം. മികച്ച വിളവുണ്ടായിട്ടും വാഴ കർഷകർക്ക് കണ്ണീർ. കൊടും ചൂടിലും മികച്ച ഏത്തക്കുലകൾ വിളയിച്ച കർഷകർക്ക് വിലയിൽ നിരാശ. പത്തനംതിട്ട അടൂർ മേഖലയിലെ കർഷകർക്കാണ് അധ്വാനത്തിലെ നിരാശ. വേനൽ കടുക്കുന്നതോടെ കൃഷി ഇല്ലാതാകും എന്നും കർഷകർ പറയുന്നു. സ്വാശ്രയ കർഷക വിപണികളിൽ 1 കിലോ ഏത്തക്കയുടെ പരമാവധി വില 30 രൂപ. ലേലം വിളി തുടങ്ങുന്നതാകട്ടെ 20 രൂപയിൽ നിന്ന് 30 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ ലേലം ഉറപ്പിക്കേണ്ട സ്ഥിതിയാണ്. ഏത്തക്കയുടെ വലിപ്പം കുറഞ്ഞാൽ 20 രൂപയ്ക്ക് വില ഉറപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഗുണമേന്മയുള്ള ഏത്തക്കുലയ്ക്ക് കർഷകന് കിട്ടുന്ന പരമാവധി വില 30 രൂപയാണ്. ജില്ലയിലെ സ്വാശ്രയ കർഷക വിപണികളിൽ വിപണി ദിവസം ശരാശരി 2000 കിലോ വരെയും ഏത്തക്കുല കർഷകർ എത്തിക്കുന്നുണ്ട്. കോന്നി വകയാർ വിപണിയിൽ 3000 കിലോ വരെയും സംഭരിക്കുന്നു. തൊട്ടു പിന്നിലായി കുളനട, പള്ളിക്കൽ, മാഞ്ഞാലി വിപണികളുമുണ്ട്. 40 രൂപയെങ്കിലും വില ലഭിക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി കർഷകർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ സമയം 85 രൂപ വരെയും വിലയുണ്ടായിരുന്നു. നേന്ത്രപ്പഴത്തിന് 30 രൂപ തറവില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും തറവിലയുടെ പ്രയോജനമൊന്നും വില താഴുന്ന അവസരത്തിൽ ലഭിക്കാറില്ലെന്ന് കർഷകർ പറഞ്ഞു. കാർഷിക വിളകളുടെ ഉൽപ്പാദനം കൂടിയാൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണമെന്നതും വാഴ ഒന്നിന് 350 രൂപ വരെയും ചെലവിട്ടാണ് കൃഷി. വേനലിൽ കനാൽ വെള്ളം എത്തിയില്ലെങ്കിൽ വരൾച്ച കാരണം കൃഷി നശിക്കും. ജില്ലയിൽ മുൻ വർഷത്തേക്കാൾ വാഴക്കുല ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. ഉൽപാദന വർധനയും ആവശ്യം കുറഞ്ഞതും ഏത്തക്കുലയുടെ വിലയിടിവിന് കാരണമായെന്ന് വിപണി നടത്തിപ്പുകാർ പറയുന്നു. ഇതാണ് ഇന്നത്തെ വാഴ കർഷകരുടെ അവസ്ഥ. വിപണിയിലെത്തിക്കാൻ വാഹന ചെലവ് കൂടി കണക്ക് കൂട്ടിയാൽ വീണ്ടും വൻ നഷ്ടത്തിലേക്കാണ് കർഷകർ പോകുന്നത്. അപ്പോൾ ഇനി അത് വീണ്ടും വിളവിറക്കാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുകയാണ് പല കർഷകരും. വാഴക്കൃഷി ചെയ്യുന്നവർക്ക് വന്യജീവി ശല്യങ്ങളുടെ ആക്രമണം രൂക്ഷമാവുകയും അതും വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.